ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ഇന്നലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യാൻ സാധിച്ചില്ല. ധനവകുപ്പ് പറഞ്ഞത്, ട്രഷറി ഡയറക്ടറേറ്റ് പറഞ്ഞത് സാങ്കേതിക തടസ്സമെന്നാണ്. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം ശമ്പളം മുടങ്ങിയപ്പോഴേക്കും ആക്ഷൻ കൌൺസിൽ വന്നു കഴിഞ്ഞു. 7 മാസമായി പെൻഷൻ കിട്ടാത്ത മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് പ്രേക്ഷകർ ആലോചിക്കൂ. കർഷകർക്ക് അവരുടെ പലിശ കിട്ടാത്ത സാഹചര്യത്തിൽ, പണം കിട്ടാത്ത സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കൂ. സെക്രട്ടേറിയറ്റിലെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും സംഘടനകൾ പ്രതിഷേധിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരു ദിവസം ശമ്പളം കിട്ടാത്തപ്പോൾ. നമുക്കിപ്പം ആദിൽ കൂടി ചേരുന്നുണ്ട്. ആദിൽ പാലോട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്ന് ശമ്പള വിതരണം നടക്കും എന്നാണോ ട്രഷറി ഡയറക്ടറേറ്റ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഓവർ ഡ്രാഫ്റ്റിലായ ട്രഷറി ഇന്നലെ പണം എത്തിയപ്പോ ഉണ്ടായ ഒരു സാങ്കേതിക തടസ്സമാണോ? സാങ്കേതിക തടസ്സം മാത്രമാണ്. നമുക്ക് മനസ്സിലാക്കാം, പണമെത്തി, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നതിനും കമാൻഡ് പോകുന്നതിനുമൊക്കെ ഒരു കാലതാമസം ഉണ്ടായതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പണമുണ്ട്, 5500 കോടി രൂപയാണ് പെൻഷനും ശമ്പളത്തിനുമായി സർക്കാരിന് ആവശ്യമുള്ളത്. ആ പണം 4000 കോടി രൂപയിലധികം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ പ്രതിസന്ധി, ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ ഒഴിവായി പ്രതിസന്ധി നിലവിലില്ല എന്നുള്ളതാണ് ധനവകുപ്പ് പറയുന്നത്. അപ്പോഴും ഇന്നലെയാണ് സാധാരണഗതിയിൽ റവന്യൂ അടക്കം പോലീസ് അടക്കമുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 1-ാം തീയതിയാണ് ശമ്പളം ലഭിക്കേണ്ടത്. ഇതിന്റെ ഒരു പ്രശ്നം, സാധാരണ ട്രഷറി അക്കൗണ്ടുകളിലേക്ക് ശമ്പളം വരുന്നു, പിന്നീട് അത് ബാങ്കുകളിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ട്രഷറി അക്കൗണ്ടുകളിൽ പണം വന്നതായി കാണുന്നുണ്ട്, പക്ഷേ പണം ബാങ്കുകളിലേക്ക് മാറ്റാൻ കഴിയാത്ത, എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. നോക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ ട്രഷറി അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ ഒരു ചരിത്രത്തിൽ ആദ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ചരിത്രത്തിൽ ആദ്യമായി 1-ാം തീയതി ശമ്പളം കെട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ഇന്നലെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഈ സാങ്കേതിക പ്രശ്നം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് ട്രഷറി ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. അത് ഇന്നത്തോടെ പരിഹരിക്കുമെന്നും അറിയിക്കുന്നു. ഏതായാലും ഇന്നും തിങ്കളാഴ്ചയുമായി ശമ്പളം മുഴുവൻ കൊടുത്തുവിടാനാകും എന്നാണ് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. വലിയ തോതിൽ അത് സർക്കാരിനെ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിനെ വലയ്ക്കും വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്കൊന്ന് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ഒരു വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അത് സർവീസ് സംഘടനകൾ ഗൗരവത്തോടു കൂടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്.